ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ NHKL60 വ്ളോഗ്സ്. എന്തെങ്കിലും വിശേഷം? ഇന്ന് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് സിയപ്പാണ്. നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് എന്താ പറയാമെന്നറിയില്ല. ഇതിന് എന്തുകൊണ്ടാണ് സിയപ്പ് എന്ന് പേരിട്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ അതാ മുട്ടക്കറി ഉണ്ട്. ഇന്നിപ്പോൾ സ്കൂൾക്ക് ഇവരെ കൊണ്ടാക്കണം, അത് മെയിൻ പണിയാണല്ലോ. രണ്ടാമത് വന്നിട്ട് ഇന്നത് ഒരു ഇനോഗ്രേഷൻ കടൻ്റെ ഒരു ഹോട്ടൽ തുറക്കണം. നമ്മളെ കൂട്ടുകാരാണ്. കടൻ്റെ പേര് ഭയങ്കര ഫേമസ് ആട്ടോ, KGF. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് പോകണം. 10 മണിക്കാണ് ഓപ്പണിങ്. പിന്നെ അടുത്തെന്ന് പറയൽ ഞങ്ങൾ നേരെ അത് കഴിഞ്ഞിട്ട് ബത്തേരി പോവാണ്. ബത്തേരിക്കൊന്ന് പോകണം, കുറേ ദിവസമായി ബത്തേരിക്കൊക്കെ പോയിട്ട്. അപ്പോൾ ബത്തേരിക്ക് പോകണം, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, പോണ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് പിന്നെ വേറെ എന്താ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. വലിയ പറയാനൊന്നുമില്ല, നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. കാണിച്ചു തരാം. സിര പുഞ്ചി മഴയത്ത് ഏണ്ട് ജാര ഊട്ടിക്കാരനാ, ഷട്ടറും ഇതൊക്കെ ഇട്ടിട്ട് വിളിച്ച് തൊണ്ടേക്കുള്ളാരേ സെൽവാക്ക് സെന്താലേ പാട് പാട്. അതോ നല്ലൊരു അടക്കപ്പോയതാണ്. കണ്ടജി കണ്ടോ? പഴുത്ത സാധനമാണ് കേട്ടാ. ഇതാണ് സെറ്റ്. നല്ല മഴ. കുട എടുത്തോ? ഒരാൾ പറഞ്ഞ എന്താ എൻ്റെ മൂന്നങ്ങനെ കുഞ്ഞു പിടിച്ച മാതിരി. ഞങ്ങൾ പോണീന് അജന്തിന് സങ്കടപ്പെടണേ. ഞങ്ങൾ ടൂർ അടിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്ക് പറയ് എന്ത് എന്ത് പറയ്. ഇവനാണ് നല്ല ഗുഡ് ബോയ് ലാനു. തൊള്ളിക്കുള്ളാരെ നല്ല മിസ്റ്റാട്ടോ ഗൈസ്. വാ പോവാ. നമുക്ക് വെയിലേക്ക് വന്നാലേ ഈ സ്ഥലമൊക്കെ ഒന്ന് റെഡി ആവുള്ളൂ, സാറാവുള്ളൂ. അല്ല അതുവരെ മോശമാവും. നെപ്സിൻ്റെ കോസ്റ്റ്യൂം കാണിക്കേ. ഇത് എവിടുന്നാണ് നെപ്സി? ഇത് റിച്ചാണില്ലേ? ഓരോ പ്രാവശ്യം ഓരോ ഡ്രസ്സ് എവിടുന്നാണ് പഠിച്ചത്? ഇത് റിച്ചാണ്. ചെല്ലി സുൽത്താന. എന്ത് എന്ത് എന്താലി സെതിലിയോ? ആമി നടക്ക്. ലെറ്റ്സ് ഗോ. പോ. നല്ല ക്ലൈമറ്റ് സെറ്റാട്ടോ, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. പക്ഷെ എന്താ പറഞ്ഞാൽ അധികമായാൽ അമൃതവും ശാപം എന്നല്ലേ, വിഷം എന്നല്ലേ, അതേമാതിരി ഇപ്പോൾ നമ്മളെ കഥ. ഇത് മുരിങ്ങ, അടിപൊളി മുരിങ്ങ കേട്ടോ. അതൊക്കെ നല്ല ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ്. പക്ഷെ നല്ലത് ആർക്കോ പറ്റൂല, പറഞ്ഞ മാതിരി നമുക്ക് പറ്റൂല. ഈ ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കളയണം. ഒരു സമയമില്ല എനിക്ക്. അതാണ് മെയിൻ പ്രശ്നം. എന്താ ഓർമ്മത്തിൽ നോക്കുന്നു. നമ്മളെ ഫാഷൻ ഫ്രൂട്ട് അവിടെ എല്ലാം കഴിഞ്ഞൂരേ. ഫാഷൻ ഫ്രൂട്ട് അതാണ് വാട്ടർ ഫ്രൂട്ട്, ബട്ടർ ഫ്രൂട്ട് എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്. നമ്മളവിടെ ഇതൊക്കെ കാണാനുള്ളൂ കേട്ടോ. നമ്മളെ വണ്ടി ഇന്ന് എടുക്കണില്ല. വണ്ടി പുതിയ വണ്ടി, ആകെ 2-3 മാസമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഫുള്ള് പച്ച പായൽ പിടിച്ചു. ഇത് ഏട്ടൻ്റെ വണ്ടി, മൂത്തച്ഛൻ്റെ വണ്ടിയാണ്. നമ്മളെ ഏരിയയിൽ ഫുള്ള് ബട്ടർ ഫ്രൂട്ടിൻ്റെ ഇതാട്ടോ, മരങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് അമ്മേൻ്റെ
അമ്മേൻ്റെ വീടാണ്. അമ്മ ഇല്ല തോന്നുന്നുണ്ട്, പൂട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോകല്ലേ പറയ്. അതന്നെ ഗായത്രി മാമിനെ അയച്ചിട്ടുണ്ടായിരുന്നാളാ. ഹലോ ഗൈസ്, ഇതാണ് കട കേട്ടോ. കട ഓപ്പൺ ആയില്ല, 10 മണിക്കാണ്. നമുക്കിപ്പോൾ ബത്തേരി പോകാനുണ്ടായതുകൊണ്ട് കുറച്ച് അർജൻറ്റാണ്. KGF എന്നാണ് പേര്. ആൾക്കാർ വരാനൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് പോയിട്ട് വന്നിട്ട് ഒന്നുകൂടി കയറാം കേട്ടോ. അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ ഇനോഗ്രേഷനിൽ നിൽക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് ബിസി. അപ്പോൾ നമ്മൾ ബത്തേരി പോവാണല്ലോ. ബത്തേരി പോകുമ്പോൾ കറക്റ്റ് സമയത്തിന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കൂൾ വിടുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചെത്തണം. കുട്ടികൾ സ്കൂൾ പോയിട്ടുണ്ടല്ലോ, സ്കൂള് അവർ വിടുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചെത്തും വേണം. അതുകൊണ്ടാണ് ടൈമിങ് വെച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അതുകൊണ്ടാണ് എന്തിനാ കോട്ടയറിന്. ഹലോ ഗൈസ്, നിങ്ങളുടെ നാട്ടിൽ അതിനെന്താ പറയാ? ഞങ്ങളുടെ നാട്ടിൽ കോട്ടായി എന്നാ പറയാ, കോട്ടുവായ. ഞങ്ങൾ കോട്ടായി എന്നും പറയും. കോട്ടായി വേറെ. കൊട്ടായി പറഞ്ഞാൽ പൈക്കള കൊട്ടായി, അതിനൊക്കെ കൊട്ടായി എന്ന് പറയാ. കോട്ടായി ഞാൻ അങ്ങനെയല്ല ആദ്യം പറഞ്ഞ്. കോട്ടായി കോട്ട എന്തോ ആയിക്കോട്ടെ. അപ്പോ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് അത് പറഞ്ഞില്ല. രാവിലെ തന്നെ ലിസന്റെ ഒരു വീഡിയോ മുട്ടായിക്കാണോ അല്ലെ വേറെ എന്തിലാണോ? അനു റീപ്ലൈ കൊടുത്തിക്കണല്ലോ. അനു അജൂട്ടി ഓലെന്തീ പറഞ്ഞോ? ഇമ്മെന്തോ പറഞ്ഞിട്ട് കട്ടാക്കി. എന്തിനായിരുന്നു അതിനെ? അതിന് മുട്ടായി വാങ്ങാൻ പോലെ പുറത്ത് കൂടുവോ സ്കൂളിൽ നിന്ന്? വാങ്ങിട്ട് പോവാനോ? ഓ കറക്റ്റ് പോലെ സ്കൂളിൽ സ്നാക്സ് വേണം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ടൈമിലൊക്കെ തിന്നു ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞോ? സ്കൂളിൽ കൊണ്ടുപോലുണ്ട്. സ്കൂളിൽ ഓൻ പറയാം. അങ്ങനെ ക്യാരറ്റ് കൊടുത്താൽ മതി, ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ കൊടുത്താൽ മതി. അങ്ങനെ അവർക്ക് കാൽസ്യം വരട്ടെ, വിറ്റാമിനും മറ്റേ സാധനമൊക്കെ വരട്ടെ. ഇവിടെ ഒരു മസാജ് സെന്റർ ഉണ്ട് ഇല്ലേ? ഇനിയിപ്പോൾ നമ്മളെ മൂന്ന് കണ്ടിട്ട് നിങ്ങൾ ചേർക്കണ്ട. നമുക്ക് ഇനി കുറച്ചു നേരം അവിടുത്തെ മൂന്നാഴ്ച സ്റ്റാൻഡ് എടുത്തില്ല. സ്റ്റാൻഡെല്ലാം മൈക്കാണ് തന്നെ. വേണ്ട ഈ വൈ വേണ്ട, ഈ വൈ എപ്പോഴും നമ്മൾ ഇട്ടിട്ട് മടുത്തത്. മോർണിംഗ് സ്റ്റാർ ഇതാണ് ഗൈസ്, മോർണിംഗ് സ്റ്റാർ സ്കൂൾ. നിങ്ങൾ ആദ്യമായിട്ട് കാണില്ലേ മോർണിംഗ് സ്റ്റാർ സ്കൂൾ? എവിടെ? കരാട്ടെ പോസ്റ്റ് ഉണ്ട്. ഇനി മാസ്റ്റർ ഫോട്ടോ ഒന്നും കൊടുത്തിട്ടില്ല. അതാണ് പുഷ്പഗിരി ഹോസ്പിറ്റല്. ഇജ്ജ് കണ്ടില്ല കരാട്ടെ? ഇല്ല, ഞാൻ കരാത്തക്കാർ. ബാക്കിൽ വണ്ടി ഉണ്ട്, അതുകൊണ്ടാണ് സ്റ്റൈഡ് ആക്കാൻ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാന്. ഏത് സീനറി? ആ മലകളാണ് നമ്മളെ ഏറ്റവും ഭംഗി കൂട്ടുന്നത്. ഇവിടുന്ന് നേരെ വന്നു ആന. ഇവിടെ നിന്ന് വന്നിട്ട് ഓർക്ക് തിരിക്കാനും പറ്റിയില്ല, ഒന്നിനും ചെയ്യാനും പറ്റിയില്ല. ആക്സിഡന്റ് ആന ഈ വീട്ടിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിയത്. ആന ഇവിടെ ഗ്യാപ്പ് ഒന്നും കാണില്ലല്ലോ. ഇല്ലല്ല, ഇവിടുന്നാണ്. അവിടെയാണ് കാർ നിർത്തി അതിന്റെ ഉള്ളിലേക്ക് പോയത്. അവിടെ ഇവിടെ നട്ടിച്ച് ആന ഇവിടുന്നാണ് പറന്ന് വന്നേ. ഇവിടുന്നാണ് ഇറങ്ങിയാണ്. ഇതുകൂടാണ്ട് ഇറങ്ങിയിട്ട് വന്നിക്കാണ്. പേടിച്ചിട്ട് എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ. ആ കാരണം അങ്ങോട്ടും പോകാൻ വഴിയില്ല, അങ്ങോട്ട് ഫുള്ള് ജനങ്ങൾ. അവിടെ മുന്നിലും ബാക്കിലും ജനങ്ങള്. ഇവിടുത്തെ ആനയാണ് ആ നടന്ന് തുപടി പോയി ലാസ്റ്റ് എവിടെ കോയിപ്പാലം പള്ളിപ്പടി ആ ഭാഗത്ത് പോയി. ഒരു ആളിനെ കൊല്ലിയണല്ലോ. അത് മിഞ്ഞാന്നല്ലേ? ഇതിപ്പോ എത്രയായി? കുറെ ആയല്ലോ ചാണിരേ. അതാ എന്താ ചെക്കൻ കാട്ടണേ? എന്താ കാട്ടണേ? കണ്ടെടുത്തത് ബസ്സാണെങ്കിൽ പോകണ ആളാണെങ്കിൽ കണ്ടന്റ്. അപ്പൊ ബസ്സുകാരന് അല്ല കണ്ടക്ടർ ഒന്നും ഇല്ലേ ബസ്സില്? ഇത് കിട്ടിയതില് ബസ്സിന്റെ ആവശ്യത്തിന് നിന്നാണ്, അല്ലാതെ ബസ് ഒരാളെ കയറ്റാൻ വേണ്ടി നിർത്തിയല്ലോ. ആ ചെക്ക ആ ഗ്യാപ്പിൽ കേറി ലാസ്റ്റ്
എന്നിട്ട് ആ ചെക്കൻ എന്തെങ്കിലും ആകണമെങ്കിൽ ആ ബസ്സേരിനും പോകാൻ അതിന്റെ ലൈസൻസ് എല്ലാം കട്ടാക്കി ആ കിടങ്ങാറായി വണ്ടി വലിയാകും അത്. ഇപ്പൊ എല്ലാരും ആ ബസ്സേരിനെ കുറ്റം പറയുള്ളൂ. കാരണം ആ ചെക്കൻ കയറിയതൊന്നും കുറ്റം ഉണ്ടാവില്ല. ചെക്കൻ ആ ഭാഗത്ത് ഏതോ ആ നാട്ടു റോഡിൽ നിന്ന് ഓടിക്കയറാൻ പാടുണ്ടോ? അതും വണ്ടി അവിടെ നിർത്തണ മാതിരി കണ്ടപ്പോ ആള് കേറി. ഹർഷാനെ കാണുന്നില്ല, കുറെ ദിവസമല്ല ഹർഷാനെ കണ്ടിട്ട്. പോകുന്നാല് കാണാന് ഇവിടെ അല്ലേ, ഓന് അവിടെ കടയിലാണ്. പക്ഷെ ആ കടയിലാണെങ്കിലോ എപ്പോ പോയാലും ഓനെ കാണൂല, വേറെ പണിക്കാരാ. എന്നാ ശരി, നമുക്ക് കുറച്ച് അപ്പുറത്തെത്തിട്ട് കാണാം. വരുന്ന സമയത്താണ് ഇവിടെ കട വന്നപ്പോൾ ഇവിടെ ചോയ്സ് പഴംപൊരി, സമൂസ ആൻഡ് പിന്നെ ഹലോ ഗൈസ്, എന്തൊക്കെയാ മേടിച്ചെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണിച്ചു ഇവിടെ കാണിച്ചോളൂ. ഡാർക്ക് ഫാൻസി അല്ലേ? വേറെ എന്തൊക്കെയുണ്ട്? വേറെ ഇതിന്റെ ഫസ്റ്റ് എന്ത് സാധനം? ഗിഫ്റ്റ്. ഓ അല്ല ഗൈസ്, അതിന് ഗിഫ്റ്റ് എന്താ ഈ പമ്പരം ചെറിയ ഈ കറക്കൂലേ, ആ സാധനമാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് സാധനം കേട്ടോ. പക്ഷേ ഇത് ഡാർക്ക് ഫാന്റസിന്റെ കുപ്പിയാ. എന്റെ തല പകുതി കാണില്ല നിങ്ങൾക്ക്. ഹലോ ഗൈസ്, എനിക്ക് എന്താണെന്നറിയില്ല, ഒരു നെഞ്ഞിനൊരു വേദന. അപ്പോൾ എന്താ സംഭവം നോക്കുമ്പോൾ കുറച്ച് ദിവസമായിട്ട് അസിഡിറ്റി ആയിട്ട് കുറച്ച് പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കാരണം തോന്നുന്നു. ഞാൻ എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. ഹലോ ഗൈസ്, ഇടയിൽ എനിക്ക് എന്തോ ഒരു സൂചി കുത്തുന്ന മാതിരി എന്തോ വേദന വരും. അപ്പോൾ അതിൽ കുറച്ച് ബ്ലോക്കായി. അതിന് ശേഷം ഞങ്ങൾ സമൂസ തന്നു, നല്ല അടിപൊളി സമൂസ. ഇതെന്താ സാധനം? സമൂസ തിന്നു കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്ന് വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. പിന്നെ ഇന്നതിന് പേര് നെജ്ജപ്പം. അടിപൊളി സാധനമാണ്. ഹോസ്റ്റലാണത്. വേറെന്തായില്ലേ? ഇതാണ് രതീഷ്, എനിക്ക് രതീഷ്. ബാക്കാച്ചി നല്ല കട്ടൻ ചായ ആണോ? അടിപൊളി സെറ്റാ. എനിക്കെന്താ പാച്ചായ ഇവിടൊക്കെയാണ് പോകും. അതൊക്കെ അത് തിന്നോക്കണം കേട്ടോ. നമുക്ക് എന്നിട്ട് യൂട്യൂബിൽ ഇടണത്. ഹലോ ഗൈസ്, ഞങ്ങളൊന്ന് അരുവി മത്തിക്കറിയാണ്. എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയണല്ലോ. ചിലപ്പോ നല്ല ടേസ്റ്റ് ആയിക്കാരം, പറയാൻ പറ്റൂലേ? അല്ലേ? സംബന്ധമില്ലാത്ത തിന്നത് അത് വേണ്ട.
ഗൈസ് ഞങ്ങൾ ബത്തേരി എത്തിട്ടോ. ബത്തേരി എത്തി. ഇതായിട്ടില്ലല്ലോ. ഇല്ല, നമുക്ക് ഫസ്റ്റ് മിനി മാള് കയറിയിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങാൻ. ഹലോ ഗൈസ്, ഞങ്ങൾ മിനി മാളിൽ എത്തിയിരിക്കുന്നു. എവിടെ നംസി എവിടെത്തിന്? മിനി മാൾ. ഹലോ ഗൈസ്, ഞങ്ങൾ മാളിലെത്തി. മാളിൽ വന്നപ്പോൾ ഈച്ചനാട്ടി കുത്തിരിക്കുന്നു. ഒറ്റ ഒന്നിനെ കാണില്ല. ഈ മാളത്തെ ഈ ദാരിദ്ര്യം പിടിച്ചുകൊണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ കടക്ക് അടച്ചോ? ഇതൊക്കെ തുറന്നൂരെ? ആദ്യം ഇതൊക്കെ അടച്ചിട്ടുണ്ടേനില്ലേ? ഇവിടെ നിന്ന് എന്താ വാങ്ങല്ലത്? ഇങ്ങോട്ട് വാ, നമുക്ക് അവിടുന്ന് വാങ്ങണ്ടേ? ബർഗർ വാങ്ങണ്ടേ? അതെന്താ? ഹലോ ഗൈസ്, ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്താ സംഭവം എന്താണ് ആകെ മെച്ചമുള്ള എന്താ പറഞ്ഞാൽ, കാർ പാർക്ക് ചെയ്യുക, അതിൽ 20 ഉറുപ്പ്യ കൊടുക്കുക. ആ 20 ഉറുപ്പ്യക്ക് നമ്മൾ താഴെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ചോക്ലേറ്റ് വാങ്ങുക, പെരിയിൽ പോവുക. ഇതിനാണ് ഞങ്ങൾ ബത്തേരിക്ക് വന്നത്. സ്റ്റുഡിയോയിൽ പോകണ്ടേ? ഇങ്ങോട്ട് എന്ത് തിന്നണല്ലോ ഇവിടുന്ന്. നമ്മൾ ഇതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുമ്മസ്, ഇത് പിന്നെ മിസ്റ്റോ. ഒരു 12 മിനിറ്റാണ് സമയം പറഞ്ഞിട്ടുള്ളത്. ടൈം സ്റ്റാർട്ട് നൗ. പോസ്റ്റ് ആവും ഇപ്പോൾ. ഹലോ ഗൈസ്, അപ്പോൾ ഏകദേശം 7-8 മിനിറ്റായി കേട്ടോ. ഒരു 12 മിനിറ്റാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്. 7-8 മിനിറ്റായി. ഇനിയൊരു 3 മിനിറ്റും കൂടെ ഉള്ളൂ. സോറി, 4 മിനിറ്റ് 4 മിനിറ്റ് കൂടെ ഉള്ളൂ. നമുക്ക് നോക്കാം ആകുമെന്ന്. ഹലോ ഗൈസ്, കറക്റ്റ് സമയത്തിന് എത്തിയിട്ടുണ്ട്. കറക്റ്റ് ടൈമിങ് ഗൈസ്, നല്ല കറക്റ്റ് ടൈമിങ് ആട്ടോ, വേറെ ലെവല്. കറക്റ്റ് 12 ഇതാക്കെ 11:46 കറക്റ്റായിട്ട് കിട്ടി. ഒരു പറഞ്ഞത് 12 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ടൈമിങ് ഈസ് പഞ്ച്വാലിറ്റി വെരി ഇമ്പോർട്ടൻ്റ്. ഓൽക്ക് മനസ്സിലായിക്കണം അല്ലേ? ഇത് മയമാക്ക, ഇത് നക്കിൾസ് മയമാക്ക. നക്കിൾസ് ഇതിൻ്റെ നഗറ്റ്സ് മയമാക്ക, പിന്നെ ബർഗർ മയമാക്ക, പിന്നെ മുജിറ്റോസ്. ഓക്കെ, എന്നതാ കഴിച്ചിട്ട് റിവ്യൂ പറയൂ. ഇത് പറഞ്ഞാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നക്കിൾസ്. ഇതെന്താ സംഭവം? ചിക്കൻ്റെ ഇതാണ്, ബ്രസ്റ്റ് എന്താണ് അല്ലേ? ഇതിലെല്ലാം കൊടുക്കില്ലല്ലോ. അതാ അടിപൊളിയായിരുന്നു. ഒരു വർക്ക് ചെയ്യുന്നോ? നമ്മളെ വീട്ടിൽ മോമോസ് ഉണ്ടാക്കുമ്പോൾ വലുതാണ്ടാവും. ഇത് ഒരു ആട്ടപ്പുറത്തിൻ്റെ അത്ര ഉള്ളൂ. ഇത് ആവിയിലാണ് വേവിച്ചത്, സ്റ്റീമിൻ്റെ ഒക്കെ, മറ്റേതല്ല. എണ്ണയിലിട്ട് പൊരിച്ചിട്ട് ഇതിലിട്ട് നിൽക്കും. എന്താ ബർഗർ രസമുണ്ടാവും. ടേസ്റ്റ് ഉണ്ടോ? എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് ഒന്നുണ്ടല്ലോ അതിൽ. കുട്ടികളെ സ്കൂളിൽ കറണിച്ചിട്ട് രണ്ടാ വന്നിക്കുക. എനിക്കെങ്ങനെ ഇങ്ങനത്തെ മനസ്സൊക്കെ വരുന്നേ? സ്വന്തം മക്കളിങ്ങനെ
ഓരോ സ്കൂൾക്ക് പറഞ്ഞേക്ക് എന്നിട്ട് തെണ്ടാൻ ഇറങ്ങുക. എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഇതിൽ വേറെ എന്തെങ്കിലും മിക്സിങ് ഉണ്ടോ ഇതിൽ ഇറച്ചിയിൽ? അതിൽ അതെ ടേസ്റ്റ് ഉണ്ടോ? സെറ്റാണോ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത് ബർഗർ തിന്നിട്ട് പൊളിക്കുമ്പോൾ കാണാം. ഗൈസ് തിന്ന് തളർന്ന് കിടക്കുകയാണ്. പഴംപൊരി, പിന്നെ പഴംപൊരി എന്തൊക്കെയാണ്? പഴംപൊരി, സമൂസ, നെയ്യപ്പം, നഗറ്റ്സ്, ഇതെന്താ മുമോസ്, പിന്നെന്താണ് ഇതിൻ്റെ പേരെന്താ? മൊജിറ്റോ. ബർഗർ ഉണ്ട്. ബർഗർ ഇപ്പോൾ ഇന്നിപ്പോൾ തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടി കയറിയിട്ട് പോകാൻ നേരത്ത് തിന്നാണ്. തളർന്ന് നടക്കണം, തിന്ന് തളർന്ന് നടക്കുക. സ്വന്തം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതെ, കുട്ടികൾക്ക് വാങ്ങാതെ ഇവിടെ വന്ന് ഇരുന്ന് അനിയോ അജിയോ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. അജിയോ നിങ്ങളെ കൊണ്ടുവരാതെ ഉമ്മ കണ്ടില്ലേ തിന്നിട്ട് തളർന്ന് പള്ള പറഞ്ഞ് ഇതെന്താ തിന്നാത്ത്? ഇതെന്താ തിന്നാത്ത്? നല്ല പറയാം, മനസ്സിലായി കേൾക്കൂട്ടോ. ഒന്നും കാട്ടിയില്ലല്ലോ. ഞാനതല്ല കാട്ടിയത്. വേണ്ട, അത് ക്യാമറ കാണിക്കണ്ട. ശരി, എന്നാ ഇത് പാക്കാക്കി, എന്നത് വണ്ടി നിന്നോ. ഇറങ്ങാൻ നേരത്താണ് ഷൂ ഓഫർ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് 2-3 ഷൂ ആണ് എടുത്തു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഷൂ ഒക്കെ നല്ല ഓഫറാണ്. 2 ഷൂ എടുത്ത ഒരു ഷൂ ഫ്രീ എന്നൊക്കെ. അപ്പോൾ നെഫ്സിക്കും ഒരു ജോഡി, എനിക്ക് 2 ജോഡിയൊക്കെ എടുത്തു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഗൈസ്, ഞാനിതാ ഇവിടെ റെക്സിൻ കടയിലേക്കാണ് വന്നതാണ്, ഇവിടെ ബത്തേരി. അതിന് ശേഷം അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ ജിമ്മിൽ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ. ഇതാ ഈ സാധനം കുഷിങ്. അപ്പോൾ അതിൻ്റെ വേണം പോകാൻ. ഒരു 3 എണ്ണം. ഇനിയിപ്പോൾ എങ്ങനെയാണ് വണ്ടിയിൽ കൊള്ളുകയെന്നൊരു പിടുത്തല്ല. എടുത്തിട്ട് വേണം പോകാൻ. ഇതാണ് എടുത്തുള്ളത്. അപ്പോൾ സാധനം കിട്ടി, വെക്കൂ. ഹലോ ഗൈസ്, സംഭവം എങ്ങനെയൊക്കെയോ ഉള്ളിൽ കയറ്റി, തിരികെ ഉള്ളിൽ കയറ്റിയപ്പോൾ നെഫ്സിനെ പുറത്താക്കി. കാരണം ആയിക്കൂടെ കയറാൻ പറ്റില്ല. അത് കയറ്റി കഴിഞ്ഞപ്പോൾ നെഫ്സിക്ക് കയറാനും പറ്റില്ല. ഇവിടുന്ന് കുറച്ച് സാധനം എടുത്തിരുന്നു ഞാൻ, നമ്മളെ ജൂഡോ മാറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് തികഞ്ഞില്ല. അപ്പോൾ ഒരു 3 പീസിൻ്റെ കമ്മി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കൊറിയറിലാണ് അവിടെ എത്തിച്ചത്. ഇത് 3 പീസല്ലോ ഉള്ളൂ, കാറിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഭയങ്കര ഇടങ്ങറായിട്ട്. ഉള്ളിൽ കയറ്റാൻ പെട്ട പാട് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ തന്നെ ക്യാമറ ഒക്കെ ഓഫാക്കി. ഞങ്ങൾ 2 കടന്ന് ഉരുളി കഴിഞ്ഞു അതിൻ്റെ ഉള്ളിൽ. ഇവിടെ അതിൻ്റെ അടിയിൽ പെട്ട് ബാക്കത്തെ ഡോറൊന്നും ഞാൻ അപ്പുറത്ത് കൂടെ പോയാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങാനും പറ്റില്ല, കയറാനും പറ്റില്ല. എങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റി. ഇപ്പോൾ വന്നു ഞങ്ങൾ. അതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചു തന്നില്ല, ഷൂ എടുത്തു. നമ്മൾ ഷൂ എടുക്കാനുള്ള പ്ലാനേ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ വിളിക്കാവുന്ന എൻ്റെ ഷൂ ആകെ നാശമുണ്ട്. അപ്പോൾ ഷൂ എടുക്കാനുള്ള പ്ലാനൊന്നുമില്ല. അപ്പോൾ ഓഫർ കണ്ടപ്പോൾ ഉള്ളിൽ കയറിയതാണ്. ഓഫർ ഞാൻ വിചാരിച്ചാൽ വരില്ല, നല്ല ഓഫറിലാട്ടോ. ഒരു 4 റുപ്യേൻ്റെ സാധനം വെറും 2000 റുപ്യക്ക് സാധനം കിട്ടി. കാരണം അത്ര ഓഫറില്ല. അത് ഒരു ഷൂ അല്ല, 3 ഷൂ. അത് നല്ല ഓഫറല്ലേ? നെപ്സിക്ക് ഒരു ഷൂ കണ്ടീന്. നെപ്സി ഒരു ഷൂ എനിക്കെടുക്കാൻ വേണ്ടിട്ട് അവള്, എനിക്ക് ലേസ് ഇല്ലാത്ത ഷൂ എനിക്ക് ഇഷ്ടമല്ല. അപ്പോ അപ്പോ ആ ഷൂ കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ റേറ്റ് പറഞ്ഞത്. നല്ല ഓഫറാട്ടോ, നല്ല ബ്രാൻഡഡ് ഐറ്റാണ്. നമ്മൾ അധികം ബ്രാൻഡൊന്നും യൂസ് ചെയ്യില്ല. നമുക്ക് ബ്രാൻഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ PT അല്ലേ, ഫിസിക്കൽ ട്രെയിനിങ് ആകുമ്പോൾ ഈ ചളിയിലും അവിടെയും കടന്നു എല്ലായിടത്തും ഈ ഷൂ. ഞാൻ അധികം ഷൂ തന്നെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതാ ഷൂ ആകെ കാണിച്ചു കൊടുത്ത് പട്ടി അഞ്ഞോളം ഇതിപ്പോൾ അടുത്ത് മേടിച്ചിട്ടുള്ളൂ. അപ്പം അതിനുള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് നമ്മളെ ഷൂവിൻ്റെ ഒരു കോലം. മോനിക്ക് ഒരുമാതിരി ഉണ്ട് ഈ ഷൂ കണ്ടിട്ട്. മോനിക്ക് എന്തായാലും സന്തോഷമായിരിക്കണം. സംഭവം 3 ഷൂ അല്ലേ എടുത്തത്.
അല്ലേ? അതെന്നെ മൂപ്പര് ആദ്യം ഒന്ന് എടുക്കാൻ പറഞ്ഞു, ഒന്ന് നോക്കാൻ പറഞ്ഞു, പിന്നെ 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 പറഞ്ഞു 2 നോക്കിയാല് ഇത്ര വില വരുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3 എടുത്താലും സത്യത്തില് 10 എടുത്താലും ഈ റേറ്റ് തന്നെ ഉള്ളൂ തോന്നുന്നുണ്ടോ? നമ്മളെ പറ്റിച്ചോ? നിങ്ങൾ എത്ര പറഞ്ഞത്? എത്ര പറഞ്ഞത്? ഞാൻ 900. അതില് 1000 ഓരോ അല്ല 3 എണ്ണത്തിനും കൂടി നിങ്ങൾ എത്ര പറഞ്ഞു? 3 എണ്ണത്തിനും പാടെ ഒരു 3000 അല്ല 2000 അല്ല 1800. 1900 നമ്മൾ 1900 100 രൂപ. മൂപ്പര് 1800. കുഴപ്പമില്ല, നല്ല നല്ല ഷൂ ആണ്. വന്നതിന് സമാധാനമുണ്ട്. കാര്യങ്ങളൊക്കെ നടന്നു. ഷൂ എടുത്തു, ഇതെടുത്തു. പിന്നെ നമ്മളൊരു കുറേ ദിവസമായി. ഇപ്പോൾ ആകെ ദിവസം എനിക്ക് ആകെ 2 ദിവസമുള്ളൂ ഫ്രീ. ആകെ 2 ദിവസമുള്ളൂ ഫ്രീ. ഒരു ദിവസം വന്നിട്ട് തിങ്കളും വ്യാഴനും അല്ലേ? ഈ 2 ദിവസമുള്ളൂ പകല് ഫ്രീ. ബാക്കിയുള്ള ദിവസം ഫുള്ള് വർക്കാണ്. തിങ്കളും വ്യാഴം ഞാൻ ഫ്രീ ആണ്. തിങ്കളും വ്യാഴം ഞാൻ ഫ്രീ ആണ്. തിങ്കളും വ്യാഴം നീയും ഫ്രീ ആണ്. അല്ല ബുധനും ഞാൻ ഫ്രീ ആണ്. ഇയാൾക്ക് 2 ദിവസം ബിസി ആട്ടോ. പിന്നെ ലേഡീസ് വർക്കൗട്ട് തുടങ്ങിയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ഇയാളെ കോണ്ടാക്ട് ചെയ്താൽ മതി. പക്ഷെ ഇതേമാതിരി തിന്നരുത്. വർക്കൗട്ട് പറഞ്ഞു കൊടുക്കുന്ന ആള് ലോക തീറ്റ, അത് എണ്ണക്കടി. ഇപ്പൊ കണ്ടില്ലേ എന്തൊക്കെയാ തിന്നണെന്ന്? നല്ല വർക്കൗട്ടും ചെയ്യുന്നു. അപ്പൊ ഓക്കെ, നമുക്ക് എന്തായാലും അപ്പൊ നമ്മൾ അവിടുന്ന് നമ്മളെ മിന്റി മോളിൽ നിന്ന് ഇത് വാങ്ങിയല്ലോ. എന്താണ് അതിന്റെ പേര്? ബർഗർ. അപ്പൊ അത് അവിടുന്ന് കഴിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ചെറുതായിട്ട് വിശക്കുണ്ട്. ഇപ്പൊ നമ്മൾ എവിടെ എത്തി? ദേവർഷോല പാട്ടവേലി കഴിഞ്ഞു. റഫീന്റെ പേരെന്താ? സ്ഥലത്തിന്റെ പേരെന്താ? ബിദർക്കാട് കഴിഞ്ഞു. അപ്പൊ നമുക്ക് അത് ടേസ്റ്റ് നോക്കാലോ. മിനി ബർഗർ ആട്ടോ, എന്താണ് സോസില്ല, മയോണീസ് ഉണ്ടാവും. സത്യം പറയല്ലോ 5 പൈസക്കില്ല. ഇത് ബന്നിന്റെ ഉള്ളിൽ ബർഗർ നമ്മൾ അവിടുന്ന് തിന്നണ്ടേ അവിടുന്ന് അവർ തന്നെ പറയായിരിക്കും. രണ്ടും നല്ല ഉണ്ടായിരുന്നില്ലേ? ബർഗർ നോ അൺലൈക്ക് കേട്ടോ. ബർഗറിന് 5 പൈസക്കില്ല. നിങ്ങൾ 5 പൈസക്കില്ല തിന്നണുണ്ടാ അങ്ങനെ തോന്നില്ലല്ലോ അത്. പക്ഷെ പൈസ കൊടുത്ത് വാങ്ങിയല്ലേ, വെച്ചരാൻ പറ്റില്ലല്ലോ. തിന്നിട്ട് കാണാം. അടച്ചടാ. ഹലോ ഗെയ്സ്, അങ്ങനെ ഞാൻ ജിമ്മിലെ സാധനമൊക്കെ വെച്ചിട്ട് വന്ന് അങ്ങനെ എംബസിൻ്റെ അവിടെ ഒന്ന് പോയി. ഞാനും നഫ്സിയും അവിടെ. ഷാനു വെച്ച് കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കണേന്. പിന്നെ ഷാലു ഉണ്ടായിരുന്നു, പിന്നെ ഇതിനുണ്ടായിരുന്നു, ഷീനു ഉണ്ടായിരുന്നു. അല്ല
അല്ല ഗൈസ്, അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ കൂട്ടാൻ പോയി സ്കൂൾക്ക്. കുട്ടികളെ കൂട്ടി അങ്ങനെ ഇനി പേരിൽ പോവുകയാണ്. അല്ലേ അനിയോ? അജുവിടെ? അജുനെ കാണിച്ചു കൊടുത്താ. അജു ആയി പറയും. എന്തൊരു മങ്ങിൽ വെച്ചമാരി ക്യാമറ അല്ലേ? അതിനിടയിൽ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, ഒരു നെഞ്ഞിലൊരു കുത്രം വരെ, അത് അസിഡിറ്റിൻ്റെ പരിപാടിയായിരുന്നു. അതിൻ്റെ പ്രശ്നമായിരുന്നു. പക്ഷെ എന്നാലും ഒരു ECG എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ECG എടുത്തു നോക്കി. ECGയിൽ ഒന്നുമില്ല, ഒരു പ്രശ്നമല്ല, പറയാൻ മാത്രം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മരുന്ന് നോക്കി. അപ്പോൾ അല്ല, പൈസ കൊടുത്ത് നമ്മൾ ചെയ്യണമല്ലേ. അപ്പോൾ എനിക്ക് വയസ്സാണെങ്കിൽ എനിക്കെത്ര? എനിക്ക് 20 വയസ്സായി എന്ന് പറയുന്നത് വലിയ വയസ്സാണോ ഗൈസ്? നിങ്ങൾ പറയും. ഇന്ത്യക്കാട്ടി 1 വയസ്സല്ലേ ഉള്ളു കമ്മി അല്ലേ? പറയും. ഇന്ത്യക്കാട്ടി 1 വയസ്സല്ലേ കമ്മി. പിന്നെ ഇതാ ഇന്ത്യക്കാട്ടി 2 വയസ്സ് കമ്മിയാണ് ഇവനിക്ക്. 1.5 വയസ്സും. ധനിയോ? പാപ്പക്കാണോ ഉമ്മാക്കാണോ വയസ്സ് ജാസ്തി? പറയും. സെറ്റ് ഇമ്മയാണ് എപ്പോഴാണ് ചൊറുക്ക്? നിങ്ങൾ രണ്ടാളിൽ ആർക്കാ ചൊറുക്ക്? അല്ല ഗൈസ്, അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ജിമ്മിലെത്തിയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.